ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. ഇന്നെൻ്റെ സവാരി തുടങ്ങണത് തന്നെ ഈവനിങ്ങിലാണ് കേട്ടോ. പിന്നെ ആണെങ്കിൽ ഞാൻ സ്റ്റേ ചെയ്യുന്നത് ഷാർജയിലായതുകൊണ്ട് തന്നെ ടാക്സി എടുത്ത് പോകുമ്പോൾ നമുക്ക് ഈ ബോർഡർ ക്രോസ് ചെയ്യേണ്ടതുകൊണ്ട് തന്നെ ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ ഇന്ന് ഞാൻ മെട്രോ എടുത്തിട്ട് പോണതേ ഒരുപാട് ദൂരമുള്ള സ്റ്റേഷനിലേക്കാണ്. അതായത് ഇപ്പം ഞാൻ കയറിയ ഗ്രീനിലാണ്, അത് കഴിഞ്ഞ് യൂണിയനിൽ ഇറങ്ങി റെഡിലേക്ക് ഷിഫ്റ്റ് ആയതിന് ശേഷം പിന്നെ എനിക്ക് എൻ്റെ പേര് മറന്നു ഈ സ്റ്റേഷൻ്റെ, ഒന്നുകൂടെ നോക്കണം. അപ്പോൾ ഐ ഡോണ്ട് നോ ഹൗ ലോങ് വിൽ ഐ ടേക്ക് ടു റീച്ച്. എനിവേ ലെറ്റ്സ് സീ. ശോഭ റെൽറ്റി മെട്രോ സ്റ്റേഷൻ. നമുക്ക് പോകാനുള്ള ബസ്സില്ലേ, അതൊക്കെ 1 by 1 ആയിട്ട് ഇങ്ങനെ എത്തുന്നുണ്ട്. ഇപ്പം നേരത്തെ ഒരു ബസ് പോയി, നെക്സ്റ്റ് ബസ് ഇതാ റെഡിയാണ്. അപ്പോൾ ഞാൻ പോയി ബസ്സിൽ സീറ്റ് പിടിക്കട്ടെ. ഏതെങ്കിലും നല്ല സീറ്റ് കിട്ടുമോ നോക്കട്ടെ, ഫ്രണ്ടിലെ സീറ്റ്. അതാകുമ്പോൾ എൻജോയ് ചെയ്ത് പോവാലോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സമയം 5:30 കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയത്ത് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും റഷ്, ദുബായിൽ നിന്ന് ഇങ്ങോട്ടായിരിക്കും റഷ്. ഒരുപാട് ആളുകൾ ഇറങ്ങുന്നതാണ്, കയറാൻ കുറച്ച് ആളുകളെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഞാൻ ബസ് ബോർഡ് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനിലേക്ക് ബസ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നമുക്ക് മെട്രോ എടുത്ത് പോവാം. എനിക്കവിടെ ഫ്രണ്ട് സീറ്റ്, ആക്ച്വലി എനിക്ക് ഈ ഫ്രണ്ട് സീറ്റായിരുന്നു താല്പര്യം, പക്ഷേ അത് കിട്ടിയില്ല. ആൻഡ് അപ്സ്റ്റെയർ ഉണ്ട്, പക്ഷെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പുതിയ മൈക്കൊക്കെ വാങ്ങിയത് പ്രമാണിച്ച് ഓൺ വോയിസ് റെക്കോർഡിങ് ചെയ്ത് നോക്കിയത്. ഞാനിപ്പോൾ ആ വീഡിയോ പ്ലേ ചെയ്തപ്പോഴാണ് മനസ്സിലായത് നല്ല ബ്രിസ്ക് വാക്കിംഗ് ആയതുകൊണ്ട് എന്നെ കിതപ്പ് വരെ അതിൽ കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ മെട്രോ സ്റ്റേഷൻ എത്തിയപ്പോഴത്തേക്ക് ബാങ്ക് കൊടുത്തു കേട്ടോ. സോ ഞാനിവിടെ ലുലുവിൽ തന്നെ കയറുകയാണ്. ലുലുവിൽ കയറിയിട്ട് നിസ്കരിച്ചിട്ട് ഇനി പോകുന്നു. ഇതാണ് ഇവിടെ എവിടെ പോയാലുള്ളൊരു ഗുണം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള പ്രെയർ ഹാൾ എല്ലായിടത്തും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ട്രാവലിങ്ങിലാണെങ്കിലും നിസ്കരിക്കാനൊക്കെ പോകണമെങ്കിൽ വലിയ പ്രയാസമൊന്നുമില്ല. അപ്പം ഞാനിവിടെ സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനിലാണ് ബസ് ഇറങ്ങിയിട്ടുള്ളത്. ഇവിടുത്തെ ലുലുവിൽ കയറിയതായിരുന്നു. ഇനി എനിക്ക് മെട്രോ എടുത്തിട്ട് വേറൊരു അറ്റത്തേക്കാണ് എത്തേണ്ടത് കേട്ടോ. മെട്രോ ആയതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര ഈസിയാണ്. അല്ലെങ്കിൽ ഞാൻ ശരിക്കും ട്രാഫിക്കിലൊക്കെ ബൈ റോഡ് പോവുകയാണെങ്കിൽ ട്രാഫിക്കിൽ ഒരുപാട് ടൈം എടുത്ത് ട്രാവൽ ചെയ്യേണ്ടതാണ്. ഇതെനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 30 to 40 മിനിറ്റ്സ് കൊണ്ട് എത്തേണ്ടതാണ്. ഈ ഒരു ബോർഡ് ശ്രദ്ധിച്ചോ നിങ്ങൾ? ഡോണ്ട് ടോക്ക് ടു സ്ട്രേഞ്ചേഴ്സ്, ഹാസ് നോ ഏജ് ലിമിറ്റ്. അത് കണ്ടപ്പോഴേ എന്നെപ്പോലത്തെ ആളുകൾക്ക് വേണ്ടി എഴുതി വെച്ചതാണോ എന്ന് എനിക്ക് ചെറുതായിട്ടൊന്ന് തോന്നിയിട്ടു. എനിക്കങ്ങനെ ആരെയും പരിചയപ്പെടാൻ അങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. എൻ്റെ അടുത്ത് സംസാരിച്ച് തുടങ്ങുക, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ ഏത് സ്ട്രേഞ്ചേഴ്സ് ആയാലും ഞാനങ്ങ് സംസാരിച്ച് തുടങ്ങും. അതത്ര നല്ലതല്ല എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ മെട്രോ എത്തിയിട്ടുണ്ട് കേട്ടോ. ദുബായ് മെട്രോയിൽ ഇരുന്നിട്ട് ഈ രാത്രി കാഴ്ചകൾ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ആൻഡ് യൂഷ്വലി മെട്രോയിൽ കയറിയാൽ കയറുക ഇറങ്ങുക അങ്ങനെ ഒരു ജഗപൊകല്ലേ. ഇന്ന് എനിക്ക് അത്യാവശ്യം സ്റ്റേഷൻസ് കവർ ചെയ്തിട്ട് വേണം ഞാൻ ഇറങ്ങണ സ്റ്റേഷനിലെത്താൻ. അപ്പോൾ ഒരു ലോങ് ജേണിയാണ്. അപ്പോൾ കുറേ നേരം എനിക്ക് റിലാക്സ് ചെയ്ത് ഇരിക്കാനുള്ളൊരു ടൈമുണ്ട്. ഇൻ ബിറ്റ്വീൻ എനിക്കൊരു സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് മാറി കയറണം. അപ്പോൾ ഈ മാറി കയറി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അത്യാവശ്യം ഒരു ലോങ് ജേർണിയാണ്. കണ്ടോ, ഇത്രയും സ്റ്റേഷൻസ് കഴിഞ്ഞിട്ടുള്ള ശോഭ റിയൽറ്റി എന്ന് പറഞ്ഞ ആ ഒരു മെട്രോ സ്റ്റേഷനിലാണ് എനിക്ക് ഇറങ്ങാനുള്ളത്. അങ്ങനെ ഏകദേശം ഒരു 45 മിനിറ്റ്സ് ട്രാവൽ ചെയ്തിട്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് കൂടുകയാണ്. അപ്പോൾ നമ്മളുടെ ലോങ് ജേണിക്ക് എത്ര ആയി നോക്കിയാലോ, 7 dirhams and 50 fils, ബാലൻസ് 37 ഉണ്ട്. പിന്നെ അവിടെ എത്തിയപ്പോഴേക്ക് എനിക്ക് ഞാൻ ചായ ഒന്നും കുടിക്കാണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു തലക്കൊക്കെ ഒരു അടി കിട്ടിയ ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് ഒരു ക്യാപ്പച്ചിനോ വാങ്ങി ഇനി താഴെ പോകണം കേട്ടോ. താഴെ അവർ എന്നെ കാറിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്.
ആൻഡ് ഇത് അത്യാവശ്യം വലിയൊരു മെട്രോ സ്റ്റേഷനാണ്. അപ്പോൾ നമുക്ക് എവിടേക്കാണോ പോകേണ്ടത് അതനുസരിച്ചിട്ട് വേണം നമുക്ക് എക്സിറ്റൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇറങ്ങാൻ. അപ്പോൾ ഇന്ന് ഇവർ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഹോട്ട് പോട്ടാണ്. ആൻഡ് ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത് ട്രൈ ചെയ്യാൻ പോണത്. എങ്ങനെ ഉണ്ടാവും എന്താണെന്നൊന്നും എനിക്കറിയില്ല. എനിവേ ലെറ്റ്സ് സീ. ഇതുപോലെ നമ്മൾ ഒറ്റയ്ക്ക് പോയി കഴിക്കുന്നതിനേക്കാളും ഗ്രൂപ്പ് ഓഫ് പീപ്പിളായിട്ട് പോകുമ്പം ഭയങ്കര രസമാണ്. ആൻഡ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ എസ്തെറ്റിക്സ് ഒന്നും പറയണ്ട കേട്ടോ, അടിപൊളിയാണ്. നല്ല രസമുണ്ടായിരുന്നു ഇൻറ്റീരിയറൊക്കെ. ഇവിടെ നമുക്ക് ബുഫേ ആണ്. പെർ പേഴ്സൺ ഇത്ര ഒരു എമൗണ്ടാണ് ആൻഡ് അൺലിമിറ്റഡ് ഫുഡാണ്. ഞാൻ ഫിഷ് കഴിക്കാത്തതുകൊണ്ട് ആകെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ചൈനീസിൽ എപ്പോഴും ഈ ഫിഷ് സോസും ഓയിസ്റ്റർ സോസൊക്കെ ഭയങ്കര കോമൺ ആണ്. അപ്പം അങ്ങനത്തെ ഒക്കെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ അജണ്ട. അപ്പം ഇനി നമുക്ക് നമ്മുടെ ഹോട്ട് പോട്ടിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ സെലക്ട് ചെയ്യണം. ഇതുള്ളത് ബ്രോത്താണ്. പല ടൈപ്പ് ബ്രോത്തുണ്ട്. മഷ്റൂം ആൻഡ് ഫിഷ്, മട്ടൺ, ചിക്കൻ, അങ്ങനെ പല ടൈപ്പ് ബ്രോത്തും ഉണ്ട്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള താല്പര്യമുള്ള ഏതെങ്കിലും ഒരു ബ്രോത്ത് സെലക്ട് ചെയ്യാം. അതിലേക്ക് നമുക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. മീറ്റ് ഉണ്ട്, അതായത് മീറ്റ് സെക്ഷനിൽ പല ടൈപ്പ് ഓഫ് മീറ്റ് ഉണ്ട്. ക്രാബ്, പ്രോൺസ് ആൻഡ് സോ മെനി തിങ്സ് അതെ. അപ്പം എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ആൻഡ് വെജിറ്റബിൾസിൻ്റെ സൈഡിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. അതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറേ പേരുണ്ടായതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കുറച്ച് കോമൺ ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ ടിക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് പിന്നെ ഈ കളേർഡ് നൂഡിൽസ് ഉണ്ട്, വെജിറ്റബിൾ നൂഡിൽ, പിന്നെ അങ്ങനെ ഒരുപാട് വെറൈറ്റി ഓഫ് സാധനങ്ങൾ. ഇതിൽ പകുതി സാധനങ്ങൾ നമുക്ക് എന്താണെന്നും കൂടെ അറിയില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് ഒരു ക്യൂരിയോസിറ്റിക്ക് ഞങ്ങൾക്ക് താല്പര്യമുള്ളതൊക്കെ നമ്മൾ ടിക്ക് ചെയ്ത് വിടുന്നുണ്ട്. To add this, if you feel that this thing's broth is not salted enough. Yeah, but that's okay. ഒരു tofu എടുക്കല്ല. Okay, I think we are good to go. അപ്പം നമ്മുടെ ഹോട്ട് പോട്ട് കൂടാണ്ട് തന്നെ ഇവിടെ ബുഫേ സ്പ്രെഡായിട്ട് വേറെ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. യാ ചിക്കൻ അല്ലേ? കുറച്ച് വാട്ട് നൂഡിൽസ് ഇതിൽ മറ്റേ സോസ് ഉണ്ടാവോ? ഉണ്ട്. I don't think this is anything much. അത് രണ്ടും വേണ്ട. ഇതിലുണ്ടോ? അതെന്താ സാധനം? ഇത് ചിക്കണോ അല്ലെങ്കിൽ കോളിഫ്ലവർ ആണോ? ഇതെന്താ സാധനം? സാധ്യത ഉണ്ട്, ഫിഷൊക്കെ ആവാൻ സാധ്യത ഉണ്ട്. നോക്കിയിട്ട് എടുക്കാം, ചിക്കൻ. ചോദിച്ചിട്ട് എടുക്കാം. മറ്റേ സാധനം ഉണ്ടോ? എന്താണ്? ഫിഷ് സോസ് ഉണ്ടോ? ഉറപ്പാണോ? ഓറഞ്ച് ചിക്കൻ. ആ ഇതെന്താ? ഇതിലൊക്കെ ഓയിസ്റ്റർ സോസ് ഇട്ടുണ്ടാവുക. ഇതാണ് മറ്റേ മഷ്റൂം എന്ന് തോന്നുന്നു കേട്ടോ. അല്ലേ? എന്താ ഫിഷാണോ അത് കോളിഫ്ലവർ ആണോ? വെജ് ആണ് അല്ലേ? കഴിച്ചു നോക്കൂ. No, chicken. How is it? Average. ഇതിന് പുറമേ സൂഷി, പിന്നെ ഇവരുടേതായിട്ടുള്ള കുറച്ച് ഡെസേർട്സ് അതൊക്കെ അപ്പുറം അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് നമുക്ക് മെയിനായിട്ട് ഒരു ഫ്ലേവറിങ് തരുന്ന സംഭവങ്ങളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇവിടെ പല സാധനങ്ങളുണ്ട്. പീനട്ട് പേസ്റ്റ്, ഓയിസ്റ്റർ സോസ്, പിന്നെ ടോഫു സോസ്, ലൈറ്റ് സോയ സോസ്, ചോപ്പ് ഗാർലിക്, ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ഓഫ് ഐറ്റംസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ സംഭവങ്ങൾ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ബ്രോത്തിൻ്റെ ടേസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ആൻഡ് മീറ്റായിട്ട് നമ്മൾ കുറച്ച് മട്ടൻ പിന്നെ ബീഫൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിങ്ങനെ തിൻ സ്ലൈസസ് ആക്കിയിട്ട് ആണ് നമുക്ക് കൊണ്ടുതരാം കേട്ടോ. ആ പ്ലേറ്റിലിരിക്കുന്നത് മീറ്റാണ്. മഷ്റൂം
വെജ് ആണെങ്കിലും നോൺ വെജ് ആണെങ്കിലും ഒക്കെ റോ ആയിട്ടാണ് വരിക. എല്ലാം നമ്മൾ ബ്രോത്തിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ടേബിൾ തന്നെയാണ് കുക്ക് ടോപ്പ്. അതിൻ്റെ മുകളിൽ ഈ ഡിഷ് വെച്ചിട്ട് ഓൺ ചെയ്യുക ചെയ്യുന്നത്. ഇട്ടോളൂ ഇട്ടോളൂ. ബീഫും ഒരു മട്ടനും അല്ല. ആ ഷൈമാണ് നമുക്ക് എല്ലാവർക്കും എല്ലാം സെർവ് ചെയ്ത് തരുന്ന ആൾ കേട്ടോ. കാണാല്ലേ. ഇത് കഴിക്കാൻ മാത്രമല്ല കേട്ടോ, കാണാനും ഒരു വിഷ്വൽ ട്രീറ്റ് പോലെ ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ മഷ്റൂംസും പിന്നെ ലൈക്ക് പല വെറൈറ്റി ഓഫ് മഷ്റൂംസ് ഉണ്ടായിരുന്നു കേട്ടോ. സോ ഇതൊക്കെ ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതും കഴിക്കുന്നതും ഒക്കെ. അതുപോലെ അവർ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്ന മീറ്റും അടിപൊളിയായിരുന്നു കേട്ടോ. ലൈക്ക് ഓരോ സംഭവങ്ങളും നമ്മൾ ബ്രോത്തിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രോത്തിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ എൻഹാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ വേമശല്യം ഒന്നും അല്ലല്ലേ. അല്ല ഇത് കുടിച്ചാ വയറൊന്നും അറിയൂലേ. ടോഫു അതാണ് ഈ ക്രാബ് ബോൾസ്. ഇത് ഫിഷ് ബോള്, ക്രാബ് ബോള്, ക്രാബ് സ്റ്റിക്ക്, മീറ്റ് ബോള്. ഇത് മീറ്റ് ബോൾ ആയിരിക്കും. മീറ്റ് ബോൾ മുട്ടി പ്രശ്നമില്ലല്ലോ. അപ്പോൾ എനിക്ക് ഓൾറെഡി ടെൻഷൻ ആവാൻ തുടങ്ങിട്ടോ, ഇത്രയും ഭക്ഷണം കണ്ടിട്ട് ഇത് ഇനി എങ്ങനെ ഫിനിഷ് ചെയ്യുമെന്ന്. യൂഷ്വലി നമുക്കിങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കാമല്ലോ, പക്ഷേ ഇത് പെർ പേഴ്സൺ ഒരു പോട്ടാണല്ലോ, നമുക്കങ്ങനെ ഷെയറിങ് പറ്റില്ല ബുഫേ ആയതുകൊണ്ട്. ആൻഡ് നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് അവർ പ്രത്യേകം വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാക്കിയൊന്നും നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല, വേസ്റ്റ് ചെയ്താൽ നമുക്ക് ഫൈൻ ഉണ്ടാവുമെന്ന്. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് മഷ്റൂം ബ്രോത്താണ്. അതിലാണ് ഈ സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് കുറച്ച് ഗാർലിക് പൗഡർ, ചോപ്ഡ് ഗാർലിക്. എനിക്ക് ഗാർലിക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു റെഡ് ചട്നി പോലത്തെ ഒരു സാധനമുണ്ട്, ഒരു പൗഡർ, അതിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റേത് വേറെ തന്നെ ഒരു ഹേർബി ടേസ്റ്റായിരുന്നു. മാത്രമല്ല എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ, ഇത് ബ്രോത്തല്ലേ, ഈ ബ്രോത്ത് നമ്മൾ റിഡക്ഷൻ ചെയ്യുന്തോറും ബ്രോത്തിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ കൂടി വരും. അപ്പം മാക്സിമം കുറേ ടൈം ഇതിന്മേൽ വെച്ചിട്ട് ആ ബ്രോത്ത് ഒന്ന് റിഡ്യൂസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കുറേ സമയം ഞാൻ ആ ഹോട്ട് പോട്ട് കുക്ക് ടോപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം അടിപൊളിയായിരുന്നു. വയറൊക്കെ നിറഞ്ഞ് ഇനി വേറെ ഒന്നും കഴിക്കാനുള്ളൊരു സ്പേസ് ഇല്ലാത്ത പോലെ ഫീൽ ആയിട്ടുണ്ട്. നമുക്ക് ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നത് കുറച്ച് വെജീസ് മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് ഫൈനോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അത് ഒരുപാട് ഓർഡർ ചെയ്ത് അങ്ങനെ വേസ്റ്റ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവരുടെ തന്നെ സ്പെഷ്യൽ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പക്ഷേ നമുക്ക് അഗെയിൻ സ്ഥലമില്ല. ആൻഡ് ഇത് അവരുടെ ഒരു സ്പെഷ്യൽ ടീ ആണ്. നമ്മളൊരു ബോട്ടിൽ ട്രൈ ചെയ്തായിരുന്നു, പക്ഷേ അത്ര ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ആൻഡ് അവരുടെ തന്നെ പെപ്സി, 7up അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് അവിടെ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ട്. അതായത് ഏതൊക്കെ ബ്രോത്ത്, ഏതൊക്കെ സോസ്, അങ്ങനെ എന്തെല്ലാം കമ്പൈൻ ചെയ്താലാണ് ദി ബെസ്റ്റ് എന്ന് അവരവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡൈനിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാതരം ഭക്ഷണങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരില്ലേ, ഒരു പ്രാവശ്യമെങ്കിലും ഈ ഹോട്ട് പോട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു കൈ മാത്രം ആടുന്നു. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേരാണ് ടോണി വോങ്. നല്ല ആംബിയൻസും നല്ല ഭക്ഷണവും. അപ്പോൾ നമുക്ക് സമയം ഏകദേശം രാത്രി 1 മണിയായിട്ടുണ്ട്. ഇവിടുത്തെ ഡൈനിങ് കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്തു, റെസ്റ്റോറൻറ്റ് ക്ലോസ് ആയിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ തിരിച്ച് ഷാർജയിലേക്ക് തന്നെ പോവാണ്. ഇവരെന്നെ ഡ്രോപ്പ് ചെയ്ത് തരാണ്. രാത്രി ആയതുകൊണ്ട് തന്നെ ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും പുതിയ വിശേഷങ്ങളായിട്ട് വരാം. സോ ദിസ് ഈസ് ഫറ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.